ഹായ് ഹലോ, ഞാൻ മുമ്പത്തെ വീഡിയോകളിൽ ഒരു സി വി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും എങ്ങനെ ഒരു സി വി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ വരുന്ന ജോബ് റോളുകൾ എന്തൊക്കെയാണെന്നുള്ളതും അതെങ്ങനെ എത്രത്തോളം സൈറ്റ് ജോബ്സ് ഉണ്ട്, എത്രത്തോളം ഓഫീസ് ജോബ്സ് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ലിങ്ക് ഇതിൽ അറ്റാച്ച് ചെയ്ത് വെക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെയാണ് കുറച്ചും കൂടി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങളത് പറയണത്, നിങ്ങൾ ഓൾറെഡി സി വിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി, എങ്ങനെ ഒരു സി വി ഉണ്ടാക്കണമെന്ന് മനസ്സിലാക്കി, കൺസ്ട്രക്ഷൻ ജോബ്സ് എന്തൊക്കെയാണെന്ന് അറിയാം. അതനുസരിച്ച് നിങ്ങളൊരു സി വി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെ ഒരു ജോബ് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ഹൗ ടു ഗെറ്റ് ജോബ്സ്. നിങ്ങൾ പല ആൾക്കാരും ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ ഒരു ജോബ് കിട്ടും എന്നുള്ളത്. യൂഷ്വലി നിങ്ങളെല്ലാ ആൾക്കാരും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് പറയുന്നത്, നിങ്ങൾ ഓൺലൈനായിട്ട് ജോബ് പോർട്ടൽസിൽ അപ്ലൈ ചെയ്യും. ഓക്കെ, അതായത് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ലിങ്ക്ഡിൻ ജോബ്സ്. ഓക്കെ, വേറൊന്ന് വെച്ചാൽ ഇൻഡീഡ്. ഓക്കെ, വേറൊന്ന് വെച്ച് കഴിഞ്ഞാൽ നൗക്രി. ഓക്കെ, ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇത് ഒരു പോസിബിൾ ഓപ്ഷനാണ്. നിങ്ങളെല്ലാ ആൾക്കാരും ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസാണ്. നിങ്ങളുടെ കുടുംബക്കാർ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ബ്രദേഴ്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾ റെഫറൽ ചോദിക്കും. ഓക്കെ, ഇതാണ് അടുത്തൊരു ജോബ് ഓപ്ഷൻസ്. ഇത് നിങ്ങൾ ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം, അതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ വെറുതെ ടൈം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, മൂന്നാമത്തെ ഒരു ഓപ്ഷൻ നിങ്ങളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. മെയിൻലി മിഡിൽ ഈസ്റ്റിലൊക്കെ പോയാൽ നിങ്ങൾ പല ആൾക്കാരും ചെയ്യുന്നതാണ് ഓഫീസിലേക്കുള്ള കോൾഡ് വാക്ക്. അതായത് നിങ്ങൾ സി വി പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോയിട്ട് ഓഫീസുകളിൽ നേരിട്ട് കൊടുക്കും. ഓക്കെ, ഇതിൽ ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക, നമ്മളുടെ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ട് ജോബ് കിട്ടിയതിൽ ഞാൻ ജസ്റ്റ് ഒരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ഒരിക്കലും ഒരു സെക്യൂരിറ്റീൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ജോബിനാണ് വരുന്നതെന്ന് പറയരുത്. നിങ്ങളെപ്പോഴും HR അല്ലെങ്കിൽ ടെക്നിക്കൽ ടീമിലെ ആൾക്കാരെ കാണണം എന്ന് പറയണം. ഓക്കെ, നിങ്ങൾ ജോബ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പോഴും സി വി അവിടെ വാങ്ങി വെക്കും. സി വി അവിടെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയില്ല അതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്. ഇപ്പോൾ റിസപ്ഷനിസ്റ്റ് ആണെങ്കിലും സെക്യൂരിറ്റി ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ടെക്നിക്കൽ ടീമിലാണെങ്കിലും HR ടീമിലാണെങ്കിലും എത്രത്തോളം ഹെഡേക്ക് അവർ ഫേസ് ചെയ്യുന്നുണ്ട്, ജോബിന് നല്ല സി വി കിട്ടാത്ത പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടെന്നും അല്ലെങ്കിൽ അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടോ എന്നുള്ളതും ഒരിക്കലും ഒരു സെക്യൂരിറ്റിക്കോ അല്ലെങ്കിൽ ഒരു റിസപ്ഷനിസ്റ്റിനോ അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ സി വി അവിടെ സെലക്ട് ചെയ്യും. മേ ബി കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു കാറ്റഗറീസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എപ്പോഴും പോയി കഴിഞ്ഞാൽ എനിക്ക് HR കാണണം, അവരുടെ അടുത്ത് മീറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ജോബിൽ എന്താ പറയുക, സി വി കൊടുക്കാനല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. എനിക്ക് അവരുടെ അടുത്ത് നിന്ന് കുറച്ച് ടെക്നിക്കൽ ഇവാലുവേഷനാണ്, ടെക്നിക്കൽ ടീമിൻ്റെ അടുത്ത് കാണണം, അല്ലെങ്കിൽ HR അടുത്ത് പോയിട്ട് ഇവിടുത്തെ ഹയറിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് സി വി കൊടുക്കാനല്ല എന്നുള്ള രീതിയിൽ പോവുക. ഉള്ളിൽ പോയിട്ട് ആൾക്കാരെ കാണുക. ഓക്കെ, എന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് സി വി കൊടുക്കുക. അങ്ങനെയാണ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിക്കാനുള്ള ചാൻസുകൾ കൂടുതലായിരിക്കും. അത് നിങ്ങളെല്ലാ ആൾക്കാരും ചെയ്യുന്നതാണ്. മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നതാണ്. ഇതുമല്ല ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇത്രയും 3 കാറ്റഗറി നിങ്ങളെല്ലാ ആൾക്കാരും ചെയ്യണതാണ്. ഓക്കെ, എനിക്കറിയാം ഈ 3 കാറ്റഗറിയിൽ നിങ്ങൾ വളരെ എക്സ്പേർട്ടായിരിക്കും, അതിലേക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇത് ഞാൻ പറയാൻ പോണ കാര്യം ഭയങ്കര 4ാമത്തെ ടോപ്പിക്കാണ്. ഇതാണ് ഒരു ഞാൻ പറയുന്നത് വെച്ചാൽ ടോപ്പ് 5% ആൾക്കാർ ചെയ്യുന്നത്. ഇതെല്ലാ ആൾക്കാരും ചെയ്യില്ല. ഓക്കെ, ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഞാൻ തന്നെ നമ്മളുടെ ടീമിൽ അനലൈസ് ചെയ്തിട്ട് ടീമിൻ്റെ അടുത്ത് കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഇത് 100% റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു സാധനമാണ്. ഓക്കെ, ഞാൻ ഗ്യാരണ്ടി തരുന്നു, നിങ്ങളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ജോബ് വേണ്ട സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ട സാലറിയിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതിന് വലിയ എഫേർട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് സ്മാർട്ടായിട്ട് നിങ്ങൾ ബിഹേവ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം
ജോബ് പോർട്ടൽസിൽ ജോബ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ QS എന്ന് പറഞ്ഞാൽ ജോബ് നിങ്ങൾക്ക് ഓപ്പണിംഗ് ഉണ്ട്. സോ നിങ്ങൾ ആ ജോബ് ഏത് കമ്പനിയിലാണ്, എവിടെയാണ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, സോ QS എന്ന് പറയുന്ന ജോബ് ഓപ്പർച്യൂണിറ്റി എയ്കോം എന്ന് പറഞ്ഞ കമ്പനിയിലുണ്ടെന്ന് വെച്ചോ. ഓക്കെ, സോ നിങ്ങൾക്കറിയാം QS എന്ന് പറഞ്ഞ ജോബ് ഓപ്പർച്യൂണിറ്റി എയ്കോമിലുണ്ട് എന്നുള്ളത് അറിയാം. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോർമലി ചെയ്യുന്ന വൺ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ. അപ്പം ഫോർ എക്സാമ്പിൾ ലിങ്ക്ഡിൻ ജോബ്സിലാണ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ അപ്ലൈ ചെയ്തോ, കുഴപ്പമില്ല. ആൻഡ് അതിലുള്ള റിക്രൂട്ടേഴ്സിന് അല്ലെങ്കിൽ HR ടീമിന് നിങ്ങൾ ലിങ്ക്ഡിനിൽ കണക്ട് ചെയ്യാം. ഓക്കെ, ലിങ്ക്ഡിനിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരെ നിങ്ങൾ കണക്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ അവരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് കമ്മ്യൂണിക്കേറ്റ്, നോട്ട് ആപ്ലിക്കേഷൻ. ഓക്കെ, ഇതിൻ്റെ ഒരു ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും, സർ മൈ നെയിം ഈസ് ABCXYZ. ഓക്കെ, ഐ ഹാവ് XYZ years ഓഫ് എക്സ്പീരിയൻസ് ബ്ലാ 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 എന്ന് പറഞ്ഞൊരു കവറിംഗ് ലെറ്റർ ഉണ്ടാവും. അതിൻ്റെ കൂടെ ഒരു CV അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷനാണ്. ഓക്കെ, എൻ്റെ കയ്യിൽ ജോബ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരും, ഇല്ലെങ്കിൽ ഞാനത് മെയിൻഡ് ആക്കൂല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും 2 way ആയിരിക്കും, 1 way ആയിരിക്കില്ല. ആപ്ലിക്കേഷൻ എന്നാൽ 1 way ആയിരിക്കും, അതിനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കമ്മ്യൂണിക്കേഷൻ എപ്പോഴും എന്താ പറയുക, 2 way ആയിരിക്കണം. നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ റിക്രൂട്ടേഴ്സിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എടുക്കുക. ഓക്കെ, അവർ ചിലപ്പം വല്ല സർട്ടിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നല്ല പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യത്തെ ടെക്നിക്കുമായിട്ട് കണക്ട് ചെയ്തിട്ട് സാർ ഈ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കാണുന്നു, എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് നല്ല രീതിയിലോ അങ്ങനത്തെ കാര്യങ്ങളിലോ, അല്ലെങ്കിൽ ഞാൻ ഒരു ജോബ് നോക്കുന്ന, അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക അപ്സ്കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരാളാണ്. സോ എനിക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ടാസ്കുകൾ തരാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി പാഷനേറ്റ് ആണ്, നിങ്ങൾക്ക് എന്താ പറയുക ഈ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹം ഉണ്ട് എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, എല്ലാവരും ചെയ്യുന്ന പോലെ ജോബ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ മെയിൻറ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ അങ്ങനെ അവരുടെ കൊണ്ട് നമ്മൾ സംസാരിപ്പിക്കുക. ദാറ്റ് മീൻസ് കമ്മ്യൂണിക്കേഷൻ, നോട്ട് ആപ്ലിക്കേഷൻ. സംസാരിക്കുക. ആൻഡ് നിങ്ങളുടെ കോളേജിൽ അലുമിനീസ് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള അലുമിനി നെറ്റ്വർക്ക് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. എന്നിട്ട് പറ്റുകയാണെങ്കിൽ അവരെ പേഴ്സണലായിട്ട് പോയി കാണാം. ഓക്കെ, അവർ ജോബുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് ജോബില്ലാന്ന് അവർക്കറിയാം. അവർ നിങ്ങളൊരു കോഫി ഷോപ്പിൽ കഴിഞ്ഞാൽ അവർ തന്നെ പൈസ കൊടുത്തോളൂ, നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സംസാരിക്കുക. പേഴ്സണലി ഒരിക്കൽ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഐസ് ബ്രേക്കിംഗ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് കുറച്ചും കൂടി വിശ്വാസം കൂടും. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറിൻ്റെ ബ്ലൂ പ്രിൻറ്റ് നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയിൽ ജോബ് ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കും. ഓക്കെ, നീ കമ്പനിയിലേക്ക് വരുന്നോ ചോദിച്ചിട്ട്. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾ ഒരു മാസം ഒരു 10 ആൾക്കാരെ കണക്ട് ചെയ്താൽ, ജസ്റ്റ് 10 ആൾക്കാരെ നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ഒരു വർഷം നിങ്ങൾക്ക് 120 നെറ്റ്വർക്ക് ഉണ്ടാവും. ഓക്കെ, ഈ 120 ഹൈ ക്വാളിറ്റി ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ നെറ്റ്വർക്കാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും ജോബില്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഒരു കുട്ടി മിഡിൽ ഈസ്റ്റിൽ ജോബ് നോക്കുമായിരുന്നു. ഓക്കെ, ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ മിഡിൽ ഈസ്റ്റിലൊക്കെ ജോബ് കിട്ടിയിട്ടുണ്ട്. അപ്പം മിഡിൽ ഈസ്റ്റിലേക്ക് ജോബ് കിട്ടിയപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, മിഡിൽ ഈസ്റ്റിൽ പല ആൾക്കാരും മിഡിൽ ഈസ്റ്റിൽ പോകുമ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ടാണ് അവർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ വരെ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പോണതിന് 3 സ്റ്റേജായിട്ട് കൺസിഡർ ചെയ്തു. ഒന്നെന്ന് പറയുന്നത് പ്രിപ്പറേഷൻ, നിങ്ങളെ CV ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തു. 2 എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ്, ലിങ്ക്ഡിൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നെറ്റ്വർക്ക് ചെയ്തു. 3 എന്ന് പറയുന്നത് ഓൺ സൈറ്റ് മീറ്റിംഗ്. ഇവർ അവിടെ ചെന്നിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ മീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇൻ 2 വീക്ക് അവർക്ക് 17 ഓഫർ ലെറ്റർ കിട്ടി. ഓക്കെ, സോ ജസ്റ്റ് ഇമാജിൻ, ജോബ് കിട്ടുന്നില്ല എന്ന് ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്മാർട്ടായിട്ട് ബിഹേവ് ചെയ്യുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ജോബുകൾ ഒരുപാടുണ്ട്. ഞാനൊരു കമ്പനി ഓണറാണ്, എനിക്കറിയാം നല്ല ഹയറിങ് നടക്കാത്തതിൻ്റെ വിഷമം എൻ്റെ കമ്പനിയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. സോ നമ്മൾ സ്മാർട്ടായിട്ട് ബിഹേവ് ചെയ്തിട്ട് സ്മാർട്ടായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജോബുകൾ ഇങ്ങോട്ട് വരും. ഓക്കെ, അതാണ് ഞാൻ പറയുന്ന ഗ്യാരണ്ടി. സോ നിങ്ങൾ നെക്സ്റ്റ് ടൈം ഇങ്ങനെയൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല നല്ല ജോബുകൾ കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു പ്രൊഫഷണലായിട്ട് കരിയർ ഡെവലപ്പ് ചെയ്തിട്ട് പാഷനേറ്റ് ആയിട്ടുള്ള ജോബുകൾ ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സും ട്രിക്സും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക.
അവർക്കും നല്ല ജോബുകളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക.